إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിൻ്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നിസായിലെ 142 വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കേൽപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകളുടെ ആത്യന്തികമായ വിജയത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ സത്യവിശ്വാസികളെ കുറിച്ച് പറയാനാണ് ആ സൂറത്ത് തന്നെ അവതരിച്ചിരിക്കുന്നത്. ആ സൂറത്തിന്റെ ആദ്യ വചനം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ആ പ്രയോഗം വിജയിക്കും എന്ന അർത്ഥത്തിലല്ല, വിജയിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിലാണ് ആ പദങ്ങളുടെ പ്രയോഗം തന്നെ. അപ്പൊ സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞു, വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ആ വിജയിച്ച സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ യോഗ്യതയായി അള്ളാഹു പറഞ്ഞത് അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരായിരുന്നു എന്നതാണ്. ഇവിടെ പാരത്രികമായ വിജയത്തെ കുറിച്ച് മാത്രമല്ല, അതാണ് നേർക്ക് നേരെയുള്ള വിവക്ഷ.
പക്ഷെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയും ഭയഭക്തിയും ഉള്ള ഒരാള് അയാൾക്ക് ഈ ഭൗതിക ജീവിതത്തിലും ജീവിത വിജയം നേടാൻ ആ നമസ്കാരം മൂലം ഉപകാരപ്പെടുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പരിഗണന ലഭിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എങ്കിലും വേണം എന്നുള്ളതാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഒരു മിനിമം. അതില്ലാതെ അതിലെ കൃത്യനിഷ്ഠതയും ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദൈവികമായ പരിഗണന ഏത് അർത്ഥത്തിൽ അയാൾക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് പ്രത്യേക പദങ്ങൾ പ്രയോഗം നോക്കൂ. നമസ്കരിക്കുന്നവർ എല്ലാവരും പരലോകത്ത് വിജയിച്ചു എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരുന്നു എന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാത്ത്. പരലോകത്ത് ആദ്യമായി അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്ന അമല് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരം. ആദ്യം വിചാരണ ചെയ്യുക, പരിശോധിക്കുക നമസ്കാരം. ഫഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരാള് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ വിജയിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. വഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിറ. നമസ്കാരം അയാളുടെ ശരിയായിട്ടില്ലെങ്കിൽ അയാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാൾ നാശത്തിലകപ്പെട്ടു എന്നാണ്. അപ്പൊ ആദ്യമായി വിചാരണക്കെടുത്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ അമലുകൾ പരിശോധിക്കുവാനുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ലിയർ ആണോ എന്നാണ്. അപ്പൊ ആ നമസ്കാരം നന്നായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ടോ എന്നതിനേക്കാൾ കുറച്ചുകൂടി അടുത്ത സ്റ്റെപ്പാണ് നമസ്കാരം ഒരാളുടെ നന്നായിട്ടുണ്ടെങ്കിൽ എന്നാണ്. അതാണ് സ്വലുഹത്ത് സ്വാലിഹ് എന്നൊക്കെ പറഞ്ഞതാണ്. നമസ്കാരം ഒരാളുടെ നന്നായിട്ടുണ്ടെങ്കിൽ ഫഖദ് അഫ്ലഹ വൻജ, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടു എന്നർത്ഥം. പിന്നെ ബാക്കി കടമ്പകൾ വളരെ എളുപ്പമായിരിക്കും എന്നർത്ഥം. നമസ്കാരം അയാളുടെ നന്നായിട്ടില്ലെങ്കിൽ അയാൾ നിസ്കരിച്ചു എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ലാന്നാണ്. നിസ്കാരം നന്നായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അടുത്ത ആയത്ത് നമുക്ക് ഏറെ പരിചയമുള്ള ഒരു ആയത്താണല്ലോ. ഇപ്പൊ വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് നാശം എന്നാണ്. നിസ്കരിക്കാത്തവർക്കാണ് നാശം എന്നല്ലല്ലോ ഈ ആയത്തിന്റെ അർത്ഥം. അത് വേറെ പറയുന്നുണ്ട്. ഇത് മുസല്ലീകളായ ആളുകൾ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ്. അപ്പൊ എന്താണ് ആയത്തിന്റെ ബാക്കി കൂടി പറയുമ്പോഴാണല്ലോ ആയത്തിനോട് നീതി പാലിക്കാൻ കഴിയാം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അശ്രദ്ധരായിട്ടാണ് നിസ്കരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യം ബോധ്യപ്പെടും. നമസ്കരിച്ചത് കൊണ്ട് മാത്രം ഈ പറഞ്ഞ കടമ്പ പരലോകത്ത് കടക്കണമെന്നില്ല. ആരെ കുറിച്ചാണ് നാശക്കാരും നഷ്ടക്കാരും പരിചയപ്പെടുത്തിയത്? നിസ്കരിക്കാത്തവരെ കുറിച്ച് വേറെ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ നമസ്കരിച്ചിട്ടും നാശത്തിൽ പെട്ടുപോയ ആളുകൾ. എന്താ അവർക്കുള്ള ഒരു അയോഗ്യത, ഒരു പോരായ്മയായി പറഞ്ഞത്? അവർ ശ്രദ്ധയോടുകൂടി അല്ല നിസ്കരിക്കുന്നു എന്നർത്ഥം. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിക്കും അള്ളാനെ കളിയാക്കലാണ്. എന്താ കാരണം? നമ്മൾ അള്ളാന്റെ മുമ്പിൽ പോയി നിന്നിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. നേർക്ക് നേരെ പടച്ച ഒരു അടിമ, ഒരു വിശ്വാസി, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നേർക്ക് നേരെ നിൽക്കുന്ന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രംഗം ഉണ്ടെങ്കിൽ, അഭിമുഖമായി നിൽക്കുന്ന രംഗം ഉണ്ടെങ്കിൽ അത് നിസ്കാരം. ആ നിസ്കാരത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ അഭിമുഖമായി പോയി നിന്നിട്ട് അതിൽ വളരെ അലസമായി അതിനോട് കാണിക്കേണ്ട ഒരു മര്യാദ പോലും കാണിക്കാൻ നിസ്കാരത്തെ അലസമായി നിസ്കരിച്ചാൽ അത് അള്ളാഹുവിനെ കളിയാക്കുന്നത് തുല്യമല്ലേ? അതുകൊണ്ടാണ് അങ്ങ് നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് നാശം എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ആയത്തേതാണ് ഞാൻ ഓതി വെച്ച സൂറത്തു നിസായിലെ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാണ്. കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ദുസ്വഭാവം പറഞ്ഞോ, കാമു ഇല സ്വലാത്തി കാമു കുസാല. അവർ എല്ലാ വഖത്തിനും നബിയുടെ കൂടെ നിസ്കരിക്കാൻ വരും, നിസ്കരിക്കും. പക്ഷെ കാമു കുസാല, മടിയന്മാരും അരസന്മാരുമായിട്ടായിരിക്കും നിസ്കരിക്കാൻ നടത്തുക. ആലോചിച്ചു, ആരാ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം സൊസൈറ്റിയിലെ ആളാണ്.
മുസ്ലിമാണ് മുനാഫിക്കായി മാറുന്നത്. അയാൾ ഇസ്ലാമിന് പുറത്തു പോവില്ലോ. എന്നിട്ട് ഈ ആയത്ത് പറഞ്ഞ അവസാനം എന്താ പറഞ്ഞോ? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് പെടുന്ന ആളുകൾ ആരാ? അത് മുനാഫിക്കുകളാണെന്നാ. ഏത് മുനാഫിക്കുകളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച മുനാഫിനെ കുറിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നിസ്കരിച്ച മുനാഫിക്കിനെ കുറിച്ച് പറഞ്ഞത്. നോക്കൂ, നബി ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന ആ മൗമൂമിന്റെ ഭയഭക്തി ഖുശൂഅ് ആലോചിച്ച് നോക്കൂ. നബിയുടെ പള്ളിയിൽ, നബിയുടെ പുറകിൽ, എന്നിട്ടും മടിയന്മാരായി അവർ നിസ്കരിക്കുകയാണ്. അവർ നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായി, അരസന്മാരായി, അശ്രദ്ധരായി നിസ്കരിക്കും. പിന്നെ ജനങ്ങളെ കാണിക്കാൻ നിസ്കരിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ. അല്ലാഹ ഇല്ലാ ഖലീല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മനസ്സിൽ ദൈവീകമായ സ്മരണയൊന്നും അധികം ഉണ്ടാവൂല എന്നർത്ഥം. നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തിയാൽ മതി. ഈ 3 ആയത്തുകളുണ്ടല്ല, നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവർ പരലോകത്ത് വിജയിച്ചിരിക്കുന്നു, നിസ്കാരം നന്നായവർ പരലോകത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു, നമസ്കാരത്തിൽ അലസന്മാരായി നിന്നവർക്കാണ് നാശം, നമസ്കാരത്തിൽ അലസന്മാരായി നിന്ന് ദൈവീകമായ കോപം ഏറ്റുവാങ്ങിയത് കപടവിശ്വാസികളായ ആളുകളാണ് എന്നാണ്. അപ്പൊ ഇതല്ലാത്ത ഗണത്തിലേക്കാണ് നമ്മൾ പെടേണ്ടത്. ഞാൻ പറഞ്ഞത് ഇത് നമസ്കരിച്ചിട്ടും ഈ ഗതി വന്നവരെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് നമുക്ക് വേറെ പറയാം. നമസ്കരിച്ചിട്ടും ഈ പറഞ്ഞ നാശവും നഷ്ടവും നേടിയെടുക്കേണ്ട ഒരു അധോഗതി ഉണ്ടാകാതിരിക്കാനാ. ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് നമസ്കാരത്തിന്റെ ഷർത്തും ഫർദും അതിന്റെ റുക്കുനും ഒക്കെ പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ഷർത്തും ഫർദൊന്നും എണ്ണം പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതൊക്കെ വേണം, വേണ്ടെന്നല്ല. ഇത്ര ഷർത്തുണ്ട്, ഇത്ര റുക്കുനുണ്ടെന്നാ. നബി എന്താ ചെയ്തത്? നബി സഹാബത്തിന് മുമ്പിൽ നിസ്കരിച്ചിട്ട് ഒരു സൊല്ലു കമാ റഅയ്തും പോലെ നിസ്കരി. അപ്പൊ ഞാൻ നിസ്കരിച്ചത് കണ്ടില്ലേ, ഇങ്ങനെ നിസ്കരിച്ചാൽ മതി എന്നാ. അത്രേ ഉള്ളൂ. അപ്പൊ നബി അവിടെ കൈ കെട്ടിയത് നബി പറഞ്ഞു കൊടുത്തില്ല. നബി കൈ കെട്ടിയത് അവർ കണ്ടു. എങ്ങനെ കൈ പൊക്കിയത് അത് കണ്ടു. അത് നബി അങ്ങോട്ട് തിരിച്ചാണ് നിസ്കരിച്ചത്, കാണിച്ചു കൊടുത്തത് അവർക്ക് ആദ്യം. അപ്പൊ നബി എവിടെയെല്ലാം കൈ പൊക്കി, എവിടെയൊക്കെ വെച്ചു, എങ്ങനെ റുക്കുക, എങ്ങനെ സുജൂദ് ഒക്കെ ആര് കണ്ടു? സഹാബത്ത് കണ്ട് അങ്ങനെ ഫോളോ ചെയ്താണ്. അതുകൊണ്ടാണ് അവർ നിസ്കാരം നബി നിസ്കരിച്ചതുപോലെ ആയത്. അപ്പൊ നബി എന്താ പറയുക? ഞാൻ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണം എന്ന അർത്ഥത്തിലല്ലല്ലോ. ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിസ്കരിക്കണതാണ്. അപ്പൊ നമസ്കാരത്തെ സഹാബത്ത് കണ്ടാണ് നമസ്കാരം പഠിച്ചത്. അപ്പൊ നമ്മുടെ നമസ്കാരത്തെ റുക്കുനും ഷർദൊക്കെ നിസ്കാരത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ സതുദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയതാണ്. അതൊക്കെ അതിൽ പെട്ട സംഗതിയാണ്. പക്ഷെ ഈ പറഞ്ഞ റുക്കുനും അതിന്റെ ഇതൊക്കെ ഷർത്തൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കാണാം, ഏറെ നമുക്ക് ഗൗരവം തോന്നുന്ന. നബി പറയാണ്, ഇന്ന റജുല ല യൻസരിഫു. ചില ആളുകൾ നമസ്കാരം കഴിഞ്ഞ് വിരമിക്കും. ഇനി അവരെ നബി വിലയിരുത്ത, വമാ കുതിബ ലഹു മിൻ ഉശ്രി സ്വലാത്തിഹി. അവർക്ക് ചില ആളുകൾക്ക് അവർ നിസ്കാരത്തിന്റെ 10-1 കിട്ടാറുള്ളൂ എന്നാണ്. ഒരു നിസ്കാരം നമ്മൾ 10 വിഭജിച്ചാൽ അതിൽ ഒരു ഭാഗേ കിട്ടിയിട്ടുള്ളൂ. ചില ആളുകൾക്ക് 9-1, 8-1, 7-1, 6-1, 5-1, 4-1, 3-1 പകുതി. എന്താ പറഞ്ഞത്? ഒരു ളുഹർ 4 റക്അത്ത് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകൾ പല ആളുകൾക്കും ആ ളുഹറിന്റെ 10-1 കിട്ടിയിട്ടുള്ളൂ. ചിലവർക്ക് 9-1. ഇനി മാക്സിമം അതിൽ കിട്ടിയ ആളാരായിരിക്കും? പകുതി കിട്ടിയവരുണ്ടാവുള്ളൂ. എന്താ പറയാൻ കാരണം? അപ്പൊ നമ്മുടെയൊക്കെ ളുഹർ ഒരു പൂർണ്ണ ളുഹറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ നമസ്കാരം പൂർണ്ണമായി നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോന്നാ. ഈ അരയും മുക്കാലും കൊണ്ട് എന്ത് ചെയ്യാനാ? ഈ അര നിസ്കാരവും മുക്കാൽ നിസ്കാരവും കാൽ നിസ്കാരവും ഒക്കെ ആയിട്ട് എവിടെ കൊണ്ടുപോകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരു പൂർണ്ണ നിസ്കാരമാകുമ്പോഴല്ലേ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് അങ്ങനെ ആകാതിരിക്കാനാണ്, നിസ്കരിക്കുന്ന നമ്മളെ കുറിച്ചിട്ടാണ്. നബി വീണ്ടും പറഞ്ഞു, അതിന്റെ ഗൗരവം ഒന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട്, ഇന്ന അസ്വന്നാസി സരിക്കത്തൻ യസ്രിക്കുഹു ഫി സ്വലാത്ത്.
ഏറ്റവും വലിയ കളവെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ നടത്തുന്ന കളവാണെന്നു. അപ്പൊ സഹാബത്തിന് അത്ഭുതം, എന്നാൽ നമസ്കാരത്തിൽ കളവുണ്ടോന്നാണ്. കളവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോശമായ സംഗതിയാണല്ലോ. അപ്പൊ നമസ്കാരത്തിൽ എങ്ങനെയാണ് കക്കൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യത്തിമു റുകൂഹ വലാ സുജൂദുഹ. നിസ്കാരത്തിലെ റുക്കൂവും സുജൂദും അപൂർണമായി നിർവഹിക്കും. അതാണ് നമസ്കാരത്തിലെ കളവെന്ന്. ആലോചിച്ച് നോക്കും, നമുക്ക് ആ പേര് ആരും വിളിക്കാതിരിക്കട്ടെ. നമസ്കാരത്തിലെ റുക്കൂവും സുജൂദും അപൂർണമായി നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു നമസ്കാരത്തിലെ കളവാണെന്നാ. നമ്മളാണ് നമ്മുടെ നമസ്കാരത്തിലെ കളവ് നടത്തുന്നത്. അപ്പൊ റുക്കൂ പൂർത്തിയാകണം, സുജൂദ് പൂർത്തിയാകണം. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ? നമ്മുടെയൊക്കെ റുക്കൂ ഒന്ന് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത റുക്കൂവിന്റെ രൂപമാണ്. സഹാബത്തിന്റെ ഒരു അനുഭവം അവര് പറയാണ്, നബി റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നബിയുടെ മുതുകിൽ വെച്ചാൽ ആ വെള്ളം അനങ്ങാതെ തന്നെ അങ്ങ് നിൽക്കുമായിരുന്നു എന്ന സഹാബത്ത് പറയാ. അതാണ് നബിയുടെ റുക്കൂ. ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നിസ്കരിച്ചിട്ടുള്ളൂ. ആ നബിയുടെ റുക്കൂ, നബിയുടെ സുജൂദ് എങ്ങനെയൊക്കെ ഏതൊക്കെ അവയവങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായി അതിന്റെ അടുക്കവും ഒതുക്കവും നമ്മൾ തുമഈനത്ത് എന്ന് പറയില്ല റുക്കൂഇല്. ഇത് റുക്കൂയിലേക്ക് പോയോന്ന് ചോദിച്ചാൽ പോയി, സുജൂദ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു. ആ റുക്കൂയിനെ കുറിച്ചാണ് നബി പറഞ്ഞത് നമസ്കാരത്തിലെ കളവാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നിസ്കരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നിരുന്നപ്പോൾ ഒരാള് വൈകി വന്ന് നിസ്കരിക്കാൻ. അപ്പൊ വൈകി, നബിയുടെ കാലത്ത് ഒരാൾ വൈകി നിസ്കരിക്കാൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് അത്ര താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് നബിയുടെ കാലത്തോടെ ഈ മസ്ബൂക്കിങ്ങളുടെ പ്രശ്നങ്ങളില്ല. കാരണം ഒരു ജമാഅത്തുള്ളൂ, അത് ആ നബിയുടെ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. 27 ഇരട്ടി നബിയുടെ പിന്നിലും ഉള്ളൂ, വേറെ ജമാഅത്തൊന്നും അവിടെ നിസ്കാരമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വന്ന ഒരാൾ നിസ്കരിച്ചു. അപ്പൊ അയാളുടെ നിസ്കാരം വളരെ അലസമായി, പുറത്തുനിന്നവർ കണ്ട ഒരാളെന്ന നിലയിൽ വളരെ അലസമായി അശ്രദ്ധമായി നിസ്കരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞു, ലൗ ഖശഅൽ ഖൽബു ഹാദാ ലഖശഅത്തിൽ ജവാരി. അയാളുടെ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളുടെ അവയവങ്ങൾക്കും ഖുശൂ ഉണ്ടായിരുന്നേനെ എന്നർത്ഥം. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ ഖുശൂ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും ആ ഖുശൂഇന്റെ ഫലങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. നമ്മുടെ ബാക്കി അവയവങ്ങൾ അലസമായി നിർവഹിക്കുന്ന കാരണം എന്താ? ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞ ഹൃദയ സാന്നിധ്യം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഹൃദയം ക്ലിയർ ആണോ, നല്ല മനസാന്നിധ്യത്തോടു കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന്റെ അലയൊലികൾ, അനന്തര ഫലങ്ങൾ നമ്മുടെ അവയവങ്ങൾക്കും നിസ്കാരത്തിലോ അനക്കങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വളരെ അച്ചടക്കത്തോടു കൂടി എന്തൊക്കെയാണോ നമ്മൾക്ക് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ രൂപത്തിൽ നമസ്കരിക്കുമ്പോഴാണ് നമസ്കാരം നിർവഹിച്ചു എന്ന് പറഞ്ഞത്. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നബി പറഞ്ഞത് ആദ്യമായി നമുക്കുണ്ടാകേണ്ട ബോധ്യം എന്താണെന്നറിയോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ ബോധ്യമാണ്, അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം വേണം. ഇന്ന അഹദക്കും ഇദാ അഖാമ യുസല്ലി ഇന്നമാ യുനാജി റബ്ബഹു. നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ബോധ്യം, ഞാൻ എൻ്റെ റബ്ബുമായി അഭിമുഖ സംഭാഷണത്തിന് പോകുകയാണ് എന്ന ബോധ്യമാണ്. അതുകൊണ്ട് ഫൽ യൻദുർ കൈഫ യുനാജി, അതുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ റബ്ബുമായി അഭിമുഖം നടത്തുന്നത് എന്ന് അവൻ നന്നായി പരിശോധിക്കട്ടെ എന്നാണ്. അപ്പൊ ഈ ബോധ്യം മനസ്സിലേക്ക് വരാത്ത കാലത്തോളം നമ്മുടെ നമസ്കാരം ഈ പറഞ്ഞ രൂപത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ എൻ്റെ റബ്ബുമായിട്ട് നിൽക്കുകയാണ് എന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമുക്ക് അറിയില്ലാത്തത് കൊണ്ടല്ലല്ലോ. എന്താ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ നമുക്കെല്ലാം ഈ ആലസ്യം പിടികൂടുന്നത്? നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പോയി നിൽക്കുക വിചാരിക്കാം. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിലാണ് പോയി നിൽക്കുന്നത്. നമുക്ക് എല്ലാ തരം അച്ചടക്കവും അറിയാനോ, എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ ഭാഗത്ത് ഒരു അപമര്യാദയുടെ സംസാരം പോലും വരരുത് വിചാരിച്ച് വളരെ സൂക്ഷിച്ച് വളരെ ഭവ്യതയോടുകൂടി നമ്മൾ അടക്കത്തോടും ഒക്കെ നിൽക്കുകയാണ്. ഫോണൊക്കെ അതിന് മുമ്പേ, ആ ഓഫീസിൽ കയറുന്നതിന് മുമ്പേ തന്നെ സൈലന്റ് ആക്കി ഒന്ന് കേടും മറ്റെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കറിയാം ഒരാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മാന്യത പ്രകടിപ്പിക്കരുത്, നല്ല ബോധ്യമുള്ളവരാണ് നമ്മൾ.
ആ ബോധ്യം നിസ്കാരത്തിലുണ്ടാകണം എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്നോ, നമ്മൾ സാധാരണ സംഖ്യത്തിലൊക്കെ നമ്മൾ ക്യാമറ ഒക്കെ നമ്മുടെയൊക്കെ മഹലുകളിൽ ഇവിടുന്ന് ഒരു ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് ആ മഹലിലെ ആളുകളെ വിളിച്ചിട്ട് ഓരോരുത്തർ ആ നിസ്കാരം കാണിച്ചു കൊടുത്താൽ അറിയാം നമ്മുടെയൊക്കെ നിസ്കാരം നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഗോഷ്ഠികൾ. ഇത് നമ്മൾ നേർക്ക് നേർ പറഞ്ഞ ആളുകൾക്ക് ഇത് മനസ്സിലാവൂല. ഞാൻ ഇവിടെ നിൽക്കുന്നതോടെ എനിക്ക് കുറെ കാണാം. വളരെ ഗൗരവത്തോട് നമ്മൾ നിൽക്കണം. അള്ളാന്റെ മുമ്പിലാണ് എന്ന ബോധ്യമാണ്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ 2 സംഗതിയുണ്ട്. നമുക്ക് ആ തലത്തിലേക്ക് നമ്മുടെ നിസ്കാരം വളർന്നിട്ടുണ്ടോ ഉയർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. നമ്മളൊക്കെ നിസ്കരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഗതി എന്താ? വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാത്ത്. എന്റെ കണ്ണിന് കുളിർമ ലഭിക്കുക നമസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് എന്നാണ്. ഈ പറഞ്ഞ കൺ കുളിർമയും നമുക്ക് നിസ്കാരത്തിൽ കിട്ടുന്നുണ്ടോന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി നന്നായി ആസ്വദിച്ചാണ് നിസ്കരിച്ചിരുന്നത്. സഹാബത്തും അങ്ങനെയായിരുന്നു. അപ്പൊ നബിക്ക് കൺകുളിർമ കിട്ടിയതും നബിക്ക് മനസ്സിന് ആസ്വാദനം കിട്ടിയതും നബിയുടെ വലിയ അനുഭൂതിയായി നബി സ്വീകരിച്ചു വരാം നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. നമുക്ക് അങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ച് നിസ്കരിക്കുമ്പോൾ തന്നെ വേണം. നിസ്കാരം കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഒരു വൈകാരിക അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം ശരിയായി എന്നാണ്. രണ്ടാമത് പറയണ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാത്ത്. നബിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ബാധിച്ചാൽ അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്കാണ് അഭയം തേടാറുള്ളതെന്ന്. നമുക്ക് നിസ്കാരം എപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നുവോ അതിനൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാരണം മനസ്സ് അസ്വസ്ഥമാണെന്നാണ്. ആ ഒരു കാരണത്താൽ നിസ്കാരം പോലും നമ്മൾ മറന്നു പറയാം. അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോ മനസ്സ് അസ്വസ്ഥമായാൽ അത് ആ മനസ്സിന്റെ സ്വസ്ഥത കിട്ടാൻ വേണ്ടി സമാധാന ശാന്തിയും കിട്ടാൻ വേണ്ടി നബി ചെയ്യുന്നതാ അള്ളാന്റെ മുമ്പിലേക്ക് വരും. നമുക്ക് വേറെ ആരടുത്തൊക്കെ പോകാനുള്ളത്? നമ്മൾ അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷങ്ങൾ പങ്കുവയ്ക്കാൻ ലോകത്ത് ഒരേ ഒരു ശക്തിയുണ്ട്, അള്ളാഹ്. ആ അള്ളാന്റെ മുമ്പിൽ പോയി പറയേണ്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ. അതിന് പകരം നാട്ടിലെ മുഴുവൻ ആളുകളോട് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്താൽ എന്ത് പരിഹാരം? ആര് പരിഹരിക്കുന്ന പറഞ്ഞത്? കേൾക്കുന്നവർ നമ്മളെക്കാളും വലിയ മാനസിക സംഘർഷത്തിലാണ്. അവനോട് പോയിട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടത്. അപ്പൊ ഇത് പറയാ ഒരാൾക്ക് ശക്തി കാത്തു നിൽക്കണം. അള്ളാന്റെ മുമ്പിൽ പോയി പറഞ്ഞ് നമ്മൾ അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് കിടക്കുന്ന അങ്ങനെയുള്ളൊരു അടിമക്ക് ആ നിസ്കാരത്തോടു കൂടി മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന. നോക്കൂ, അങ്ങനെ നമ്മുടെ നമസ്കാരം കൊണ്ട് ഈ പദം കിട്ടുന്നില്ലെങ്കിൽ നിസ്കാരത്തിനല്ല നമുക്ക് എന്തോ കുറവുണ്ടെന്നാണ് അത് മനസ്സിലാകാം. അപ്പൊ നമ്മുടെ നമസ്കാരം ആ തലത്തിലേക്ക് വളരണം, ഉയരണം. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും ശരി, ഒരു 2 റക്അത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് കൂടി ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നിസ്കാരത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ആസ്വാദനവും അനുഭൂതിയായിട്ട് നിസ്കാരത്തെ സ്വീകരിക്കാത്ത കാലത്തോളം കേവലമായി ചടങ്ങ് മാത്രമായി മാറും. നമ്മുടെയൊക്കെ നിസ്കരിക്കുന്നു, കൈയും കാലും പൊക്കുന്നു, നിൽക്കുക എന്നല്ലാതെ മാറും. അങ്ങനെ ആകരുത്. അങ്ങനെ നിസ്കരിക്കുന്നവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അവർക്കാണ് നാശം, നിസ്കരിക്കാത്തവരെ കുറിച്ചിട്ടല്ല. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി നമസ്കാരത്തിന് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ നമസ്കരിക്കുകയും അതുവഴി പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി പറഞ്ഞ സംഗതികളാണ്. വേറെ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ നമസ്കാരത്തെ ആസ്വദിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നമസ്കാരത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ശരി, നമസ്കാരം നമുക്കൊരു പരിഹാരമായി മാറണം. നമസ്കാരമാണ് പരിഹാരം മാറുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്ന നാശിയത്തെ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീയ. രാത്രി നമസ്കാരം നിങ്ങളുടെ മനസ്സുകൾക്ക് സ്വസ്ഥത നൽകുന്ന അത് ഉണ്ടാവുന്നതാണ്. അങ്ങനെ നിസ്കരിച്ചു നോക്കി. അപ്പോഴാണ് നമ്മളൊക്കെ നമസ്കാരക്കാരെന്ന് പറഞ്ഞ ഒരു ഗണത്തിലേക്ക് വരുള്ളൂ. ആ തരത്തിലേക്ക് നമുക്ക് വളരണം. നമ്മുടെ നമസ്കാരത്തെ അങ്ങനെ നമ്മൾ വളരെ സൂക്ഷ്മതയോട് കൂടി തരണം. അതുകൊണ്ട്
നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിച്ച് അതുവഴി പരലോകത്ത് രക്ഷപ്പെടുന്ന, വിജയിക്കുന്ന സജ്ജനങ്ങളിൽ, സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സംഗതികൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെയൊക്കെ ഒരു ആലസ്യത്തിൻ്റെ ഒരു അടയാളമാണ് കൂട്ടുക വരാന്നുള്ളത്. അത് ക്ഷീണം കൊണ്ടൊക്കെ വരാം. അതിപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും നമ്മളൊക്കെ ചിലപ്പോൾ ദൗർബല്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നമസ്കാരത്തിൽ അങ്ങനെ കൂട്ടുക വന്നാൽ നിങ്ങൾ കൈകൾ കൊണ്ട് ആ കൂട്ടുവായെ നിയന്ത്രിക്കണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മര്യാദയും പാലിക്കാതെ പലപ്പോഴൊക്കെ ആളുകൾ നിസ്കാരത്തിൽ കൂട്ടുക, എത്ര അപമര്യാദയാണ്. അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം കടന്നു വരുന്നത്. അത് ക്ഷീണം കൊണ്ട് വരും. പക്ഷെ അത് നിസ്കരിച്ച് നമുക്കൊരു ഞാൻ നിസ്കാരത്തിലാണ്, ഞാൻ ആദ്യം പറഞ്ഞു, വേറെ ആരുടെ മുമ്പിൽ പോയി ഇങ്ങനെ അത്ര വാ വിളിച്ച് ഒച്ചുണ്ടാക്കി അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയ നബി എന്താ പറഞ്ഞതറിയാമോ? ശൈത്താൻ ചിരിക്കുകയാണ് നിന്റെ വായിലൂടെ, അതുവഴി ശൈത്താൻ നിന്റെ ഉള്ളിലോട്ട് കയറുമെന്നാണ് നബി പറഞ്ഞത്. ശൈത്താനിയത്താ. അപ്പൊ വളരെ നമ്മൾ ആ കൂട്ടുവായിലെ വിഷയത്തെ ശ്രദ്ധിക്കണം. മറ്റൊരു സംഗതി എന്താണെന്നറിയാമോ? നമസ്കാരത്തിൽ നമ്മോട് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കാനാണ് പറഞ്ഞത്. അത്തഹിയാത്തിന് മാത്രമാണ് വിരലിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നിൽക്കുന്നത്. അപ്പൊ സുജൂദിന്റെ സ്ഥലത്ത് നിന്ന് കണ്ണ് മറയല് നിസ്കാരത്തിന്റെ പൂർണ്ണതയെ ബാധിക്കുന്ന. പലപ്പോഴും ആളുകൾ കൈ കെട്ടിയിട്ട് ഇങ്ങനെ നോക്കുക. എവിടെ നോക്കണം സുജൂദിന്റെ സ്ഥലം? ആരെ നോക്കണത്? അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കും. അപ്പൊ സുജൂദിന്റെ സ്ഥലം ഏതാണോ അവിടേക്ക് നോക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമസ്കാരത്തിന്റെ മര്യാദകൾപ്പെട്ടൊരു സംഗതിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ. മറ്റൊന്ന്, ഇമാമിനെ ഒരു നിലക്ക് മുൻകടനാതിരിക്കാം. ഇമാമിനെ മുൻകടക്കരുത്. ഇമാമ് കൈ കെട്ടിയാൽ കൈ കെട്ടാം. പക്ഷെ ഇമാമിനെ മുൻകടക്കരുതെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇമാമ് കൈ കെട്ടി എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് സൂക്ഷ്മതയുടെ പേരിൽ കൈ കെട്ടാൻ വൈകുന്നത്. അത് പറ്റില്ല. ഇമാമിനെ മുൻകടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇമാമ് കൈ കെട്ടിയാൽ നബി എന്താണ്? ഇമാമ് കൈ കെട്ടിയാൽ കൈ കെട്ടണം. ഇമാമ റുക്കൂയിൽ പോയാൽ റുക്കൂയിൽ ഇമാമിനെ ഫോളോ ചെയ്യണം. ഇമാമിനെ ഓവർടേക്ക് ചെയ്യാതിരുന്നാൽ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം. അതല്ല ഇമാമ് റുക്കൂയിൽ പോയാലും കുറെ ആളുകൾ പിന്നെയും നിൽക്കാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി, അത് ഇമാമിനെ പിന്തുടരലാവില്ല എന്നർത്ഥം. അപ്പൊ നിസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷ്മതയോടു കൂടി നിസ്കാരത്തിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ എന്താ ഉണ്ടാവുന്നറിവോ? നമുക്ക് തന്നെ ഒരു ബോധ്യം വരും, ഞാൻ നിസ്കാരത്തിലാണെന്നും ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന ബോധ്യം വരാം. നിസ്കാരം നന്നാവും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا